ഇവൻ ബാങ്ക് കൊള്ളയടിക്കാൻ വേണ്ടി ചെക്കിലെ പേരും ഡേറ്റും മാറ്റി. എന്നാൽ അപരിചിതനായതിനാൽ ബാങ്ക് ജീവനക്കാർ അയാൾക്ക് പണം നൽകാൻ വിസമ്മതിച്ചു. അപ്പോഴാണ് പൈലറ്റുമാർക്ക് സമൂഹത്തിലും ബാങ്കുകളിലും ലഭിക്കുന്ന വലിയ ബഹുമാനത്തെക്കുറിച്ചൊരു വഴിപോക്കൻ അയാളോട് പറയുന്നത്. തനിക്ക് വേണ്ടത് വ്യാജ ചെക്കല്ല, മറിച്ച് ശക്തമായ ഒരു ഐഡന്റിറ്റിയാണെന്ന് മനസ്സിലാക്കിയ ജാക്ക് ഒരു പത്രപ്രവർത്തകനായി ചമഞ്ഞ് എയർലൈൻ മാനേജരെ കണ്ട് പൈലറ്റുമാരുടെ വിവരങ്ങൾ ചോർത്തിയെടുത്തു. പിന്നീടൊരു മാനേജരായി അഭിനയിച്ച് വസ്ത്രനിർമ്മാണ കമ്പനിയിൽ വിളിച്ച് തനിക്കായി ഒരു പൈലറ്റ് യൂണിഫോം ഓർഡർ ചെയ്തു. ആ യൂണിഫോം ധരിച്ച് അയാൾ വീണ്ടും ബാങ്കിലെത്തിയപ്പോൾ ബാങ്ക് മാനേജർ പോലും ബഹുമാനത്തോടെ പെരുമാറുകയും കള്ളച്ചെക്ക് എളുപ്പത്തിൽ മാറി നൽകുകയും ചെയ്തു. തുടർന്ന് ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മുറിയെടുക്കാൻ വ്യാജ ചെക്ക് നൽകിയെങ്കിലും വ്യക്തിഗത ചെക്കുകളേക്കാൾ എയർലൈൻ ക്രെഡിറ്റ് കാർഡുകൾക്കാണ് കൂടുതൽ മൂല്യമെന്ന് ഹോട്ടൽ മാനേജർ പറഞ്ഞു. ഇത് കേട്ട ജാക്ക് ഉടൻ തന്നെ റൂമിലെത്തി ഒരു പ്രിന്ററിന്റെ സഹായത്തോടെ ചെക്ക് ടെംപ്ലേറ്റ് തയ്യാറാക്കി. ഒരു മോഡൽ വിമാനത്തിൽ നിന്നും എയർലൈൻ ലോഗോ വെള്ളത്തിലിട്ട് ഇളക്കിയെടുത്ത് അതിലൊട്ടിച്ച് ഡിക്ഷണറിക്കുള്ളിൽ വെച്ച് അമർത്തി പുതിയൊരു ചെക്കുണ്ടാക്കി. ബാങ്കിലെ കൗണ്ടറിലിരുന്ന പെൺകുട്ടിക്ക് അത് നൽകിയ ജാക്ക് അവളുടെ കണ്ണുകളെ പുകഴ്ത്തി സംസാരിച്ച് അവളുടെ ശ്രദ്ധ തിരിച്ച് ആ ചെക്ക് മാറിപ്പറ്റാൻ വിജയിച്ചു. പൈലറ്റ് വേഷത്തിൽ ലോകത്തെവിടെയും സൗജന്യമായി പറക്കാമെന്നറിഞ്ഞതോടെ അയാൾ ഉടൻ തന്നെ ക്യാപ്റ്റനായി വിമാനത്തിന്റെ കോക്പിറ്റിലിരുന്ന് യാത്രകൾ ആസ്വദിച്ചു. ഒപ്പം ഒരു സുന്ദരിയായ ഫ്ലൈറ്റ് അറ്റൻഡന്റുമായി അടുത്തു. ഈ രീതിയിൽ വെറും 3 മാസത്തിനുള്ളിൽ 26 രാജ്യങ്ങൾ സന്ദർശിച്ച അയാൾ ലോകത്തിലെ പ്രമുഖ ബാങ്കുകളിൽ നിന്നായി 13 ലക്ഷത്തിലധികം യുവാൻ തട്ടിയെടുത്തു. എന്നാൽ ഇത്രയും വലിയ തുക നഷ്ടപ്പെട്ടത് സ്വാഭാവികമായും പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു.